ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജില്ലകളിലൂടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ണൂര് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് എവിടെയാണ്? കണ്ണൂരിലാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം കണ്ണൂരിലാണുള്ളത്, 1136. ഭൂരഹിതരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂര്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കണ്ണൂർ. കേരളത്തിൽ കശുവണ്ടി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ. ബീഡി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കണ്ണൂർ. കേരളത്തിലെ ആറാമത്തെ കോർപ്പറേഷൻ 2015 കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള കോർപ്പറേഷൻ കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ജില്ല കണ്ണൂർ. ആദ്യത്തേത് മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം 1847 എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം നടപ്പിലാക്കിയത് കല്യാശ്ശേരിയാണ്, കല്യാശ്ശേരി. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം തലശ്ശേരിയാണ്, തലശ്ശേരി. കേരളത്തിൽ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പരിയാരം. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം, 2006 നവംബർ. കണ്ണൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ അബ്ദുൾ റഹ്മാൻ. കണ്ണൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ അബ്ദുൾ റഹ്മാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിക്കുന്ന സ്ഥലമാണ് ഇരിണാവിലുള്ള മടക്കര. ആദ്യത്തെ സങ്കര കുരുമുളക് ഇനമാണ് പന്നിയൂർ. കേരളത്തിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് തലശ്ശേരിയിലെ മമ്പള്ളി ബേക്കറിയിലാണ്. ഓക്കെ, ശ്രീനാരായണ ഗുരു മലബാറിൽ ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് തലശ്ശേരിയിലാണ്, 1864. 2 തവണ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്ങാട്ടിടമാണ്, മാങ്ങാട്ടിടം. തിരിച്ചറിയൽ കാർഡ് നിർബന്ധിതമാക്കി തെരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനമാണ് മട്ടന്നൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് കമ്പനിയാണ് 1904 ആരംഭിച്ച മലബാർ ഗ്രാൻഡ് സർക്കസ്. കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചത് തലശ്ശേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബാണ് 1860 തലശ്ശേരിയിൽ സ്ഥാപിതമായ ടൗൺ ക്രിക്കറ്റ് ക്ലബ്ബ്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ബ്രണ്ണൻ കോളേജ്. തലശ്ശേരിക്ക് അടുത്ത് ധർമ്മടം എന്ന സ്ഥലത്ത് 1862 എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ച സ്കൂളാണ് 1800 കോളേജായി ഉയർന്നത്. 2004 കേരള സർക്കാർ ഈ കോളേജിന് സർവകലാശാല പദവി നൽകി. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി കണ്ണൂർ സ്വദേശിയായ CK ലക്ഷ്മണൻ ആണ്. 1924 പാരീസ് ഒളിമ്പിക്സിൽ 110 മീറ്റർ ഹർഡിൽസിലാണ് പങ്കെടുത്തത്. ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? മൂർക്കോത്ത് രാമുണ്ണിയാണ്. തലശ്ശേരി സ്വദേശിയായിട്ടുള്ള മൂർക്കോത്ത് രാമുണ്ണി. സൂപ്പർലേറ്റീവുകൾ. ഓക്കെ, സൂപ്പർലേറ്റീവുകൾ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വളപട്ടണമാണ്, വളപട്ടണം. കണ്ണൂരിലുള്ള വളപട്ടണം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ്, കണ്ണൂരിലുള്ള മുഴുപ്പിലങ്ങാട് ബീച്ച്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഫോറസ്റ്റ് ഡിവിഷൻ ആറളം. കേരളത്തിലെ ഏറ്റവും വലിയ നാഗർ കാവാണ് തെയ്യാട്ടുകാവ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയാണ് ഏഴിമല നാവിക അക്കാദമി. മൂഷിക വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് വല്ലഭൻ രണ്ടാമനായിരുന്നു. അപരനാമങ്ങൾ ഓർ പഴയ പേരുകൾ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ. യൂറോപ്യന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ചാനലാണ്. ഇപ്രകാരം ഫ്രഞ്ച് അധീന പ്രദേശമായ മാഹിയെ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഇന്ദുട്ടിയെ പ്രദേശങ്ങളുമായി മയ്യഴിപ്പുഴ വേർതിരിച്ചിരുന്നതിനാണ്
ആ പേരിൽ അറിയപ്പെട്ടത്. ബ്രാസ് പഗോഡ് എന്നറിയപ്പെടുന്നത് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ്, തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം. 3 സികളുടെ നാട്, സർക്കസ്, ക്രിക്കറ്റ്, കേക്ക് എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. തലശ്ശേരി. ഉത്തര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ട വ്യക്തിയാണ് TS തിരുമുമ്പ്. ഉത്തര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ട വ്യക്തിയാണ് TS തിരുമുമ്പ്. ഏഴിമല രാജവംശത്തിന്റെ 2ാം തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പഴി. ഏഴിമല രാജവംശത്തിന്റെ 2ാം തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പഴി. ഇപ്പോൾ ഈ സ്ഥലം പഴയങ്ങാടി എന്നറിയപ്പെടുന്നു. സർക്കസിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് തലശ്ശേരിയെയാണ്. ഒരു കാലത്ത് പെരുംചെല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത് തളിപ്പറമ്പാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കണ്ണൂരിന്റെ പേര് കാനനൂർ എന്നായിരുന്നു. തറിയുടെയും തിറയുടെയും നാട് എന്ന് വിളിക്കുന്നത് കണ്ണൂരിനെയാണ്. പണ്ട് വല്ലഭപട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരമാണ് വളപട്ടണം. കണ്ണൂർ സർവകലാശാലയുടെ പഴയ പേരാണ് മലബാർ സർവകലാശാല. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നാണ് ആപ്തവാക്യം. ആഞ്ചലോ കോട്ടയാണ് കണ്ണൂർ കോട്ട എന്നറിയപ്പെടുന്നത്. മുമ്പ് ധർമ്മപട്ടണം എന്നറിയപ്പെട്ടിരുന്ന ധർമ്മം ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിലെ ഏക ഫ്രഞ്ച് മിലിറ്ററി ബേസുമായുള്ള സാമീപ്യം കാരണം കേരളത്തിലെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിളിച്ചത് തലശ്ശേരിയെയാണ്. പിന്നീട് ഫ്രഞ്ചുകാർ തങ്ങളുടെ താവളം മയ്യഴിയിലേക്ക് മാറ്റി. പഴശ്ശി അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് കുളൂർ ബാരേജ്. പഴശ്ശി അണക്കെട്ട്. ഓക്കെ, പ്രധാനപ്പെട്ട വസ്തുതകളാണ് അടുത്തത്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് നാവിക അക്കാദമി? ഏഴിമല. മൂഷക വംശത്തിന്റെ തലസ്ഥാനം ഏഴിമല. തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിലാണ് മൊയ്തു പാലം. വളപട്ടണം പുഴയിൽ വെളിയമ്പ്രയിലാണ് പഴശ്ശി അണക്കെട്ട്. പ്രധാന വ്യക്തികൾ. കോലത്ത് നാട്ടിലെ രാജാവിന്റെ സ്ഥാനപ്പേര് കോലത്തിരിയാണ്. കോലത്തിരി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരള മുഖ്യമന്ത്രിയായത് കെ കരുണാകരനാണ്. 1977, 81, 82, 91. കെ കരുണാകരന്റെ ആത്മകഥ പതറാതെ മുന്നോട്ട്. ഓക്കെ, കണ്ണൂർകാരനാണ്. കേരളത്തിലെ സർക്കസിന്റെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഇദ്ദേഹമാണ് മലബാർ സർക്കസ് സ്ഥാപിച്ചത്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടത് AK ഗോപാലനാണ്. AKG, പാവങ്ങളുടെ പടത്തലവൻ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ, വാഗ്ഭടാനന്ദൻ. ഓക്കെ. ഗാന്ധിജി ഇടപെട്ട് വധശിക്ഷ റദ്ദു ചെയ്യിപ്പിച്ച കേരളത്തിലെ നേതാവ് KPR ഗോപാലൻ. സിംഗപ്പൂരിൽ പ്രസിഡന്റായ CV ദേവൻ നായരുടെ കുടുംബം തലശ്ശേരിയിലാണ്. ഓക്കെ. കെൽട്രോണിന്റെ ആദ്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന കണ്ണൂർ സ്വദേശിയാണ് KPP നമ്പ്യാർ. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ സ്ഥാപക ചെയർമാൻ ഇദ്ദേഹമായിരുന്നു KPP നമ്പ്യാർ. കപിൽ ദേവിന്റെ ടീം ഇന്ത്യക്ക് വേണ്ടി 1983 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വൺഡേ ടീമിൽ കണ്ണൂർക്കാരനായ സുനിൽ വാൽസൺ ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങുകയുണ്ടായില്ല. ചെണ്ട തായമ്പക വിദ്വാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ യഥാർത്ഥ പേര് MP ശങ്കരമാരാർ എന്നാണ്. ഏഴോം പഞ്ചായത്തിലാണ് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ ഏഴോം പഞ്ചായത്ത് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. മൂഷകവംശം രചിച്ച അതുലന്റെ പുരസ്കർത്താവായിരുന്ന രാജാവാണ് ശ്രീകണ്ഠൻ. സുൽത്താൻ തോട് കണ്ണൂർ ജില്ലയിലാണ്. പ്രധാന സ്ഥലങ്ങൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം പിണറായി. കൊട്ടിയൂർ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം പുഴ. ഇവിടത്തെ ഉത്സവമാണ് വൈശാഖ മഹോത്സവം. കണ്ണൂർ ജില്ലയിലെ ഏത് താലൂക്കിലാണ് പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല? തലശ്ശേരി. അളകാപുരി വെള്ളച്ചാട്ടം കണ്ണൂർ ജില്ലയിലാണ്. പ്രധാന സംഭവങ്ങൾ. ഫ്രഞ്ചുകാർ മയ്യഴി കടത്തനാട് രാജാവിൽ നിന്ന് വാങ്ങിയ വർഷം 1721. 1721. 1852 മലബാറിലെ ആദ്യത്തെ സ്കൂൾ ഇൻസ്പെക്ടറായി മദ്രാസ് സർക്കാർ നിയമിച്ചത്
ഹെർമൻ ഗുണ്ടർട്ടിനെയാണ്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ ആണ്. ജാഥാംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 32. പ്രധാന സ്ഥാപനങ്ങൾ: കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലെ ചിറക്കൽ എന്ന സ്ഥലത്താണ്. ഈ മന്ദിരത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ചെറുശ്ശേരിയുടേതാണ്. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പന്നിയൂർ ആണ്. പന്നിയൂർ. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളത്താണുള്ളത്. സെൻട്രൽ സ്റ്റേറ്റ് ഫാം ആറളം. ക്ഷേത്രകല അക്കാദമി മാടായിക്കാവിലാണ്. ക്ഷേത്രകല അക്കാദമി. വിസ്മയ തീം പാർക്ക് കണ്ണൂർ ജില്ലയിലാണ്. പറശ്ശിനി കടവ് സ്നേക് പാർക്ക് കണ്ണൂർ ജില്ലയിലാണ്. മുണ്ടേരി കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂരിലാണ്. മൊയ്തു പാലം ഏത് നദിക്ക് കുറുകെയാണ്? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി. ഓക്കെ. അടുത്ത കുഴപ്പിക്കുന്ന വസ്തുതകൾ. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെക്കേ മലബാറിലേതാണ് തിറ. കണ്ണൂർ കോട്ട പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരും. കണ്ണൂർ കോട്ട നിർമ്മിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. തലശ്ശേരി കോട്ട 18-ാം നൂറ്റാണ്ടിലാവും. പഴശ്ശി അണക്കെട്ട് കണ്ണൂർ ജില്ലയിലും പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാട് ജില്ലയിലുമാണ്. പഴശ്ശി രാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട്ടാണ്. പഴശ്ശി രാജ കോളേജ് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജസമാചാരമാണ്. 1847. ഏറ്റവും പഴക്കമുള്ള പത്രം ദീപികയാണ്. 1887. കരിവെള്ളൂർ സമരനായിക K ദേവയാനി. തോൽ വിറക് സമരനായിക കാർത്യായനി അമ്മയാണ്. അറക്കൽ രാജവംശത്തിലെ ഭരണാധികാരി അഴീക്കൽ തുറമുഖം കണ്ണൂർ ജില്ലയിലാണ്. ചെറിയഴിക്കൽ കൊല്ലം ജില്ലയിലും വലിയഴിക്കൽ ആലപ്പുഴ ജില്ലയിലുമാണ്. പുരുഷനാണെങ്കിൽ ആലി രാജ എന്നും സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും അറിയപ്പെടുന്നു. അപൂർവ വസ്തുതകൾ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂറാണ്. കണ്ണൂർ. കേരള മുനിസിപ്പാലിറ്റീസ് ഓർ പഞ്ചായത്ത് ആക്ട് പ്രകാരമുള്ള അധികാര വികേന്ദ്രീകരണമോ ജനകീയ ആസൂത്രണമോ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കലാണ്. കെന്ത്രോൻ പാട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ള കലാരൂപമാണ് കോതമൂരിയാട്ടം. കോതമൂരിയാട്ടം. കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഒരു കടൽ തീരമാണ് മീൻകുന്ന് കടപ്പുറം. ദിവസവും തെയ്യം വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കളിയാട്ടം എന്നും അറിയപ്പെടുന്ന അനുഷ്ഠാന നൃത്തമാണിത്. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 29 കിലോമീറ്റർ അകലെ ന്യൂമാഹിയിലാണ് മലയാള കലാഗ്രാമം. ചെന്നൈയിലെ വ്യവസായിയും ന്യൂമാഹിക്കടുത്തുള്ള ചുക്ലി സ്വദേശിയുമായ AP കുഞ്ഞിക്കണ്ണനാണ് മലയാള കലാഗ്രാമത്തിന്റെ സ്ഥാപകൻ. 1993. പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയാണ്. കണ്ണൂർ ജില്ലയിൽ മാപ്പിള ബേ തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സഹകരിക്കുന്ന രാജ്യം നോർവേയാണ്. കോലോത്തിരിമാരുടെ കാലത്ത് ഒരു പ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു മാപ്പിള ബേ. അറക്കൽ രാജ്യം ഇതിന് സമീപത്തായിരുന്നു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും ശില്പം പയ്യാമ്പലം കടപ്പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. പഴശ്ശി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് വളപട്ടണം പുഴയ്ക്ക് കുറുകെയാണ്. കോലോത്തിരിമാരുടെ കുടുംബക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുണ്ട്. ഗാന്ധിജി 1934 പയ്യന്നൂരിൽ സ്വാമി ആനന്ദ തീർത്ഥന്റെ വിദ്യാലയം സന്ദർശിച്ചപ്പോൾ നട്ട വൃക്ഷത്തൈ ആണ് ഗാന്ധിമാവ് എന്നറിയപ്പെടുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. കേരളത്തിൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ്. ദൈവങ്ങളുടെ നാട് അറിയപ്പെടുന്നത് കാസർഗോഡാണ്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ല 1984 ആണ് രൂപീകൃതമായിട്ടുള്ളത്. അടുത്ത വർഷം തന്നെ. ഓക്കെ. കാസർഗോഡാണ്. ഏറ്റവും കുറച്ച് വിസ്തീർണമുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡ്. ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ല കാസർഗോഡ്. സപ്തഭാഷാ സംഗമ ഭൂമി. മലയാളം, കന്നഡ, തുളു, ബ്യാരി, കൊങ്കണി, ഉറുദു, ഇംഗ്ലീഷ് എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്.
യക്ഷഗാനത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. സുരംഗ കിണറുകൾ കാണപ്പെടുന്ന ജില്ല കാസർഗോഡ്. റിസർവ് വനം ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡ്. ആദ്യത്തേത്, ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഉമേഷ് റാവു ആണ്, മഞ്ചേശ്വരം. രാജ്യത്തെ ആദ്യത്തെ പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈയാണ്, മടിക്കൈ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം സ്ഥാപിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിലാണ്. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് പീലിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമാണ് കാഞ്ഞങ്ങാടിന് സമീപമുള്ള കരീംസ് ഫോറസ്റ്റ്. കേരളത്തിലെ ഇന്ത്യയിലെയും ആദ്യത്തെ ഫിലമെന്റ് രഹിത പഞ്ചായത്ത് പീലിക്കോടാണ്, 2018. കേരളത്തിലെ ആദ്യത്തെ ചെന്തങ്ങ് നഗരം നീലേശ്വരം. സൂപ്പർലേറ്റീവുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്, 40 ഏക്കറാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയാണ്, തലപ്പാടി. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വില്ലേജ് കുഞ്ചത്തൂർ ആണ്, കുഞ്ചത്തൂർ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം, 16 കിലോമീറ്റർ. അപരനാമങ്ങൾ ഓർ പഴയ പേരുകൾ. കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിന്റെ പഴയ പേര് മാടത്തുമല എന്നാണ്. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നീലേശ്വരമാണ്. ഇന്നത്തെ ഹോസ്ദുർഗ് താലൂക്ക് പഴയ കാലത്ത് നീലേശ്വരം എന്ന നാട്ടുരാജ്യമായിരുന്നു. കേരളത്തിന്റെ കൂർഗ് എന്നറിയപ്പെടുന്ന മലയോര പട്ടണമാണ് മാലോം. തിരുക്കരിപ്പുറമാണ് പിൽക്കാലത്ത് തൃക്കരിപ്പൂരായത്. ഓക്കെ, തിരുക്കരിപ്പുറം. ചെറുവത്തൂരിനെയാണ് കുട്ടമത്ത് നഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പയസ്വിനി എന്നും അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി. കാഞ്ഞങ്ങാട് കോട്ടയുടെ മറ്റൊരു പേരാണ് ഹോസ്ദുർഗ് കോട്ട. യക്ഷഗാനമാണ് ബായലാട്ടം എന്നും അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട വസ്തുതകൾ. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയില് ചീമേനിയാണ്, ചീമേനി. മല്ലികാർജുന ക്ഷേത്രം എവിടെയാണ്? കാസർഗോഡ് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. എൻഡോസൾഫാൻ ബാധിതരെ കൈ പിടിച്ചുയർത്താൻ പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്നത് മുളിയാറിലാണ്. കവ്വായി കായലിലുള്ള തുരുത്തുകളാണ് മാടക്കൽ, എടേലക്കാട്, വടക്കേക്കാട് എന്നിവ. അടുത്ത പ്രധാന വ്യക്തികൾ. ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ആരാണ്? ബിദനൂരിലെ ശിവപ്പ നായിക്കാണ്, ശിവപ്പ നായിക്. പാസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ആരാണ്? ഇക്കേരി വംശത്തിലെ സോമശേഖർ നായിക്കാണ്. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ ശിവപ്പ നായക് ആണ്. ചന്ദ്രഗിരി കോട്ടയും ശിവപ്പ നായക്. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പാർത്തി സുബ്ബനാണ്. യക്ഷഗാനത്തിന്റെ പുനരുദ്ധാരണത്തിന് യത്നിച്ച കന്നഡ സാഹിത്യകാരനാണ് ശിവരാമ കാരന്ത്. കാസർഗോഡ് ആസ്ഥാനമായ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വൈസ് ചാൻസലറാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. പ്രധാന സ്ഥലങ്ങള്. കണ്ണുതീർത്ത ബീച്ച് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. മാലിക് ദിനാർ പള്ളി തളങ്കരയിലാണ്. കൊട്ടാഞ്ചേരി മലകൾ കാസർഗോഡ് ജില്ലയിലാണ്. പ്രധാന സംഭവങ്ങൾ. കയ്യൂർ സമരം നടന്ന വർഷം 1941. പ്രശസ്ത കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവൽ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. തോൽ വിറക് സമരം, ചീമേനി എസ്റ്റേറ്റ് സമരം നടന്നത് 1946 ആണ്. നേതൃത്വം നൽകിയത് കാർത്യായനി അമ്മ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ അപ്പു ചിരുക്കണ്ടൻ, കുഞ്ഞമ്പു നായർ, അബൂബക്കർ എന്നിവരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29-നാണ്. പ്രധാന സ്ഥാപനങ്ങൾ. ചെറുവത്തൂർ മത്സ്യബന്ധന തുറമുഖം കാസർഗോഡ് ജില്ലയിലാണ്. സ്വാമി രാംദാസ് ആണ് 1931 ആനന്ദാശ്രമം സ്ഥാപിച്ചത്. സ്വാമി രാംദാസ്. തുളു അക്കാഡമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരമാണ്. കുഴപ്പിക്കുന്ന വസ്തുതകൾ. മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് ജന്മസ്ഥലമായ കാഞ്ഞങ്ങാട്ടും കാസർഗോഡ് ജില്ല, കൊല്ലങ്കോട്ടും പാലക്കാട് ജില്ല സ്മാരകമുണ്ട്. ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പ നായക്. ഹോസ്ദുർഗ് കോട്ട നിർമ്മിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായക്. അപൂർവ വസ്തുതകൾ. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം കുമ്പള. പത്മനാഭൻ അഥവാ വിഷ്ണുവാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മൂല സ്ഥാനമാണ് ഇവിടം എന്നാണ് വിശ്വാസം.
1957 ഫെബ്രുവരി 28 നടന്ന തിരഞ്ഞെടുപ്പിൽ നീലേശ്വരം ദ്വയാംഗ മണ്ഡലത്തിൽ നിന്ന് EMSനൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ടത് കല്ലുളൻ വൈദ്യർ ആണ് സംവരണ സീറ്റ്. EMSന് 38,904 വോട്ടുകളും വൈദ്യർക്ക് 44,754 വോട്ടുകളും ലഭിച്ചു. നല്ലൊരു വിഷവൈദ്യനായിരുന്നെങ്കിലും കുറുക്കന്റെ കടിയേറ്റ് ദേഹമാസകലം വ്രണം വന്ന് പൊട്ടിയൊലിച്ച് ദാരുണമായിട്ടായിരുന്നു കല്ലളൻ വൈദ്യരുടെ അന്ത്യം 1971. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ട ഏക മണ്ഡലം മഞ്ചേശ്വരം ഉമേഷ് റാവു. എൻഡോസൾഫാന്റെ മറ്റു പേരുകളാണ് ബെൻസോപ്പിൻ, എൻഡോസെല്ല്, പാരി സൾഫാൻ, ഫേസർ, തിയോഡാൻ, തിയോനെക്സ് എന്നിവ. ഉത്തര കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. പി കുഞ്ഞിരാമൻ നായരെ കേന്ദ്ര സാഹിത്യ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് താമരത്തോണി. പി കുഞ്ഞിരാമൻ നായരെ കേന്ദ്ര സാഹിത്യ അവാർഡിന് അർഹനാക്കിയ കൃതിയാണ് താമരത്തോണി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.